കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിൽ പങ്കുണ്ടോ? വിദ്യാർത്ഥി സംഘടനകൾ അതിനെ എതിർക്കുന്നുണ്ടോ? നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിച്ചു വരാം. ഇസ്ലാമിക ഭീകരവാദത്തെ തന്റെ ക്യാമ്പസിൽ മഹാരാജാസ് കോളേജിൽ എതിർത്ത സഖാവ് അഭിമന്യു എന്ന SFI നേതാവിന്റെ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ കേസ് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ വിചാരണ പോലും ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത രീതിയിൽ വലിയ ഉപേക്ഷ അദ്ദേഹത്തിന്റെ സംഘടന കേരളം ഭരിക്കുന്ന സമയത്ത് പോലും നടക്കുന്നു. മാത്രവുമല്ല, ഈ അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തി തുളച്ചു കയറ്റിയ ഫറൂഖ് അമാനി എന്ന രണ്ടാം പ്രതി മല്ലപ്പള്ളി കോട്ടാങ്ങൽ സ്വദേശിയാണ്. എന്റെ സ്വന്തം പഞ്ചായത്തുകാരനാണ്. ഇതേ പഞ്ചായത്ത് SDPIയും CPMഉം ചേർന്ന് ഭരിക്കുന്നു. അവിടെയാണ് വീണ്ടും സംശയം തോന്നിയത്. കലാലയങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്തിന് SFI കൊട്ടേഷൻ എടുത്തിരിക്കുന്നു? ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ഇത് നോക്കൂ. ഇന്തിഫാദ SFI ഭരിക്കുന്ന കേരള സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ പോസ്റ്ററാണിത്. എന്താണ് ഇന്തിഫാദ? ഞാൻ പറഞ്ഞു തരാം. സായുധ കലാപത്തിന് ഇസ്ലാം ഇട്ടിരിക്കുന്ന പേരാണ് ഇന്തിഫാദ. ഇസ്രായേൽ ഹമാസ് സംയുക്തമായി പലസ്തീനും ഹമാസും സംയുക്തമായി ഇസ്രായേലിന്റെ നേരെ നടത്തുന്ന ആക്രമണത്തെയും ചെറുത്തുനിൽപ്പുകളെയും എല്ലാം ഈ സായുധ വിപ്ലവത്തെ അവർ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇന്തിഫാദ. ഈ ഇന്തിഫാദയ്ക്കെതിരെ, ഈ പേരിനെതിരെ ABVP നൽകിയ പരാതിയിൽ ഹൈക്കോടതി ഇടപെടുകയും ഗവർണർ ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായി ഈ പോസ്റ്റർ പിൻവലിക്കേണ്ടി വന്നു കേരള സർവകലാശാലയ്ക്ക്. ഒരബദ്ധം പറ്റിയതായിരിക്കും അവർക്ക്. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ അക്കാലത്ത് സംശയിച്ചു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ MG യൂണിവേഴ്സിറ്റിയും SFI ഭരിക്കുന്നതാണ്. അവരുടെ നാഷണൽ കോൺഫറൻസിന്റെ പോസ്റ്ററാണിത്. ഭാരതത്തെ രണ്ടായി വെട്ടിമുറിച്ച പോസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ദേശീയ സെമിനാർ അവർ നടത്തിയത്. അവിടെയും ഇസ്ലാമിക ഭീകരവാദത്തിന് വേണ്ടി കൈത്താളമടിക്കുന്ന പണി എന്തിനവർ ചെയ്തു എന്ന എന്റെ സംശയം 2025 മാർച്ച് മാസം 17-ാം തീയതി, അതായത് വരാൻ പോകുന്ന 17-ാം തീയതി നടത്തുന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ വ്യക്തമായി. ഹമാസ് അനുകൂല പോസ്റ്ററുമായി കല, സർഗാത്മകത, റാഗിംഗ് വിരുദ്ധത, മനുഷ്യത്വം എന്നിവയ്ക്കൊക്കെ ഇടം കൊടുക്കേണ്ട ഗാന്ധി സർവകലാശാലയിൽ, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ സർവകലാശാലയിലെ കലോത്സവത്തിന് അവർ കൊടുത്ത പോസ്റ്റർ ഇതാണ്. എനിക്ക് നേതാക്കന്മാരോടൊന്നും പറയാനില്ല. CPM പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അടിമകളായി മാറിയിരിക്കുന്ന നേതാക്കന്മാരോടൊന്നും പറയാനില്ല. പക്ഷേ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നെഴുതിയ വെള്ളക്കൊടി ഉയർത്തിപ്പിടിക്കുന്ന സാധാരണക്കാരായ കുട്ടികളുണ്ട്. അവർക്കറിയില്ല. ഫക്ക് നാഷണലിസം എന്നെഴുതി ക്യാമ്പസിൽ പ്രദർശിപ്പിക്കുന്ന ഈ സംഘടനയുടെ ആദർശം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദേശവിരുദ്ധത ഇത്രയേറെ പ്രചരിപ്പിച്ച മറ്റൊരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന സിമി. അതിനെ ഭാരതത്തിൽ ഗവൺമെന്റ് നിരോധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട നേതാവായ KT ജലീലൊക്കെ ഇന്ന് ഇടതുപക്ഷത്തിലാണെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ SDPIയും ഇതേപോലെ INLും ഒക്കെ വിഴുങ്ങിയ സാഹചര്യത്തിൽ ദേശവിരുദ്ധത ക്യാമ്പസിൽ പ്രചരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് നമ്മുടെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ ക്രൂരമായി വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംസ്ഥാന നേതാവിന്റെ സംഘടന എഴുതി ചേർത്തിരിക്കുന്നു വിദ്യാർത്ഥികളിൽ നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം. ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ബാലറ്റും നോമിനേഷനും കീറിക്കളഞ്ഞിട്ട് അവരെഴുതി വെച്ചു ജനാധിപത്യം. ഇനി കോട്ടയം നാട്ടകം കോളേജിലെ ദളിത് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ പുലയക്കുടിൽ എന്നെഴുതി വെച്ചു. എന്തിനേറെ പറയുന്നു, മുൻ സംസ്ഥാന സെക്രട്ടറി ASFന്റെ ദളിത് വിഭാഗത്തിൽപ്പെട്ട വനിതാ നേതാവായ നിമിഷ രാജുവിന്റെ നെഞ്ചിൽ ചവിട്ടിയതിനു ശേഷം ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ കണ്ടു. അവരെഴുതി സോഷ്യലിസം, കൊടിയിലെഴുതി സോഷ്യലിസം. ഈ കുട്ടികൾ തിരിച്ചറിയണം, ഹമാസ് വേണോ ഭാരത ദേശീയതയാണോ നാം ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യും വരെ ഈ ദുഷ്പ്രവണത നമ്മുടെ കലാലയത്തിൽ തുടരുമെന്നുള്ളതിൽ തർക്കമില്ല. ഇവരിത് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. നമസ്കാരം.